+1 +2 നീറ്റ് ജെഇ ക്രാക്ക് ചെയ്ത് എയിംസ് അല്ലെങ്കിൽ IIT എത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾക്കുള്ളതാണ് ഫ്യൂച്ചറിന്റെ FSP അഥവാ ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാം. ഫ്യൂച്ചറിന്റെ ആദ്യ +2 ബാച്ചിലൂടെ 100% വിജയമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഫ്യൂച്ചറിലെ ക്ലാസ്സുകൾ, ടീച്ചേഴ്സ്, ഇതിനെ പറ്റി നമുക്ക് ആദ്യം അറിയാം. ക്ലാസ് എല്ലാം അടിപൊളിയാണ്. ഫാക്കൽറ്റീസ് ഡൗട്ടൊക്കെ നല്ല രീതിക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അപ്പം തന്നെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. സോ ഈ ഡൗട്ടൊന്നും അങ്ങനെ പെൻഡിങ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. കോൺഫിഡൻസ് നല്ലോണം കിട്ടുന്നുണ്ട്. ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ആ കോൺസെപ്റ്റ് റീകോൾ ചെയ്ത് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മുമ്പൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു 10th വന്നപാട്. പിന്നെ ഇവിടെ വന്ന് ഫാക്കൽറ്റീസൊക്കെ ആയി ഒന്ന് അറ്റാച്ചായി. പിന്നെ അവരോട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് ബോർഡ് എക്സാമിനായിക്കോട്ടെ എല്ലാം നല്ല രീതിക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറയുമ്പോൾ അത് അടിപൊളി തന്നെയാണ്. ഫാക്കൽറ്റീസ് ഒക്കെ നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട്. ഫ്യൂച്ചറിലെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയുണ്ട്? മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എൻട്രൻസ് തിയറി വേറെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് അല്ല. അപ്പം പിന്നെ അതിൻ്റെ ഒരു സ്ട്രെസ് വരുന്നില്ല. നമ്മൾ ബോർഡും എൻട്രൻസും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ടോപ്പിക് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡ് എക്സാമും എൻട്രൻസും ഉണ്ട് രണ്ടുപേർക്ക്. അതിന് പുറത്തായാലും ഒരുപാട് കണ്ടന്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. PYQ ഒക്കെ കുറേ ഉണ്ട്, അപ്പം നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ കോൺസെപ്റ്റ് വൈസ് തന്നെ അത്യാവശ്യം നല്ല തറവായിട്ടാണ് എല്ലാം ഉള്ളത്. അപ്പം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടാണ്. നമ്മൾ മെറ്റീരിയൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കീ പോയിൻറ്റ്സ് ഒരിടത്ത് തന്നെ കാണാൻ പറ്റും. സോ നമുക്ക് പ്രത്യേകിച്ച് തിരയേണ്ട NCERT എടുത്ത് തരുമോ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് കീ പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ജെയിൻ്റെ കാര്യത്തിൽ 50 ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്. പിന്നെ മിസലീനിയസ് ആയിട്ട് ഒരു 200 to 300 റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം ഇത് ടീച്ചേഴ്സ് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മുടെ ഈ വർക്ക് ബുക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? യൂസ്ഫുൾ ആണോ? എല്ലാ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ഇതില് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറേ പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാനും പിന്നെ റിവിഷന് വേണ്ടി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഒരു ചാപ്റ്ററൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തരും, അല്ലെങ്കിൽ മോർ ദാൻ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. എന്നിട്ട് നമുക്കതിങ്ങനെ വർക്കൗട്ട് ചെയ്യാനൊക്കെ തരും. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓലത് ക്ലിയർ ചെയ്ത് തരും. നീറ്റ് ജെഇ എക്സാമിനേഷനോടൊപ്പം ബോർഡ് എക്സാമിനേഷന് മികച്ച മാർക്ക് വാങ്ങാം മിഷൻ A1-ലൂടെ. മിഷൻ A1 എന്ന് പറയുമ്പം ഒരു നല്ല മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഫസ്റ്റ് തിയറി നമുക്ക് പെട്ടെന്ന് എടുത്ത് തന്നിട്ട് തിയറി എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരും. പിന്നെ നമുക്ക് തന്നെ ചെയ്യാനുള്ള ടൈമും തരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ടൈമിനെ അഫക്റ്റ് ചെയ്താണ് ഈ റിവിഷൻ ക്ലാസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ എക്സ്റ്റേണൽ സ്റ്റഡീസിനും പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ നല്ല ടീച്ചേഴ്സാണ്, എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സാണ്. നമുക്ക് തിയറി ക്ലാസ്സസ് പിന്നെ വീണ്ടും റീകോൾ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൽ കൂടുതൽ ബോർഡിനെ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം പിന്നെ എൻട്രൻസിനും നമുക്ക് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. നീറ്റ് ജെഇ എക്സാമിന് സംഭവിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഹോസ്റ്റലിൽ വന്നിരിക്കുന്നത് നമ്മുടെ മക്കളുടെ ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടിയാണ്. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഹോസ്റ്റലായിരുന്നു. കാരണം ഞാൻ സെക്കൻഡ് ഇയർക്ക് ഫസ്റ്റ് ടൈമാണ് ഹോസ്റ്റലിൽ വരുന്നത്. ഹോസ്റ്റൽ അടിപൊളിയാണ്. വീടൊന്നും അധികം മിസ് ചെയ്യാനുള്ള ഒരു സർക്കംസ്റ്റൻസസ് ഒന്നുമില്ല. കൂടുതൽ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൈലൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ലതായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ റൂംമേറ്റ്സിൻ്റെ ഇതാണെങ്കിലും എല്ലാവരും പഠിത്തത്തിൽ തന്നെയാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. അതിൻ്റെ ബ്യൂട്ടി തന്നെ നമ്മൾ ആ ഏരിയയും ഹോസ്റ്റലിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അടിപൊളിയാണ്. ഹോസ്റ്റലിലെ അറ്റ്മോസ്ഫിയർ പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. ഫ്യൂച്ചർ സ്കൂളിംഗ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇതൊക്കെയാണ്. എയിംസ് അല്ലെങ്കിൽ IIT ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വി വെൽക്കം യു.